അന്യസംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സ്പെഷ്യൽ പെർമിറ്റ് എടുത്ത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി നിരക്ക് വാഹന സോഫ്റ്റ്വെയർ കോൺട്രാക്ട് കാരേജുകളുടെ അവയുടെ തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മോട്ടോർ വാഹന നിയമത്തിലെ സ്പെഷ്യൽ പെർമിറ്റ് സംസ്ഥാനത്തിൽ പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ നികുതി ചെയ്യുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട്. അതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിന് സങ്കീർണത ഒഴിവാക്കുന്നതിനായി ടി വാഹനങ്ങളുടെ നിലവിൽ ത്രൈമാസ നികുതി നിരക്ക് കോൺട്രാക്ട് കാരേജ് വാഹനത്തിലെ ഓർഡിനറി സീറ്റിന് 2200 രൂപയും പുഷ്പാക് സീറ്റിന് 3000 രൂപയായിരുന്നത് ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് 2500 രൂപയാക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം സ്ലീപ്പർ ബർത്തിന് നിലവിലുള്ള ത്രൈമാസ നിരക്ക് അനുസരിച്ച് ഓരോ ബർത്തിനും 4000 രൂപ എന്നുള്ളത് 4000 രൂപ തന്നെ നിലനിർത്തുന്നു. അന്യ സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി സർക്കാരിന് 10 കോടി രൂപയാണ് വാർഷിക വരുമാനം. പ്രസ്തുത ഏകീകരണത്തിലോട് 1 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാവും. ഓൺലൈൻ വഴി നികുതി അടയ്ക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന വെട്ടിപ്പ് തടയാൻ സാധിക്കുന്നതാണ്. സ്റ്റേജ് കാരേജുകളുടെ നികുതി കുറയ്ക്കുന്നത് സർ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കേണ്ട ഏതൊരു ജനാധിപത്യ സർക്കാരിന്റെയും കടമയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രാ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിക്കുന്നതിനായി സ്റ്റേജ് കാരേജ് വാഹനങ്ങളുടെ ത്രൈമാസ നികുതിയിൽ 10% ഇളവ് അനുവദിക്കുന്നതാണ്. ഈ ഇളവ് മൂലം പ്രൈവറ്റ് ബസ്സുകൾക്ക് നൽകുന്ന ഈ ഇളവ് മൂലം 9 കോടി രൂപയുടെ കുറവ് വരും. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല. അതിനാൽ പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ 50% വർധനവ് വരുത്തുന്നു. സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് 110 കോടി രൂപയാണ് ലഭിക്കുക. ഇതുവഴി ഒരു വർഷം 55 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കൽ ഒറ്റത്തവണ നികുതി അടച്ചു വരുന്ന സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 15 വർഷത്തെ നികുതിയായി നിലവിൽ ഈടാക്കി വരുന്നത് 15% നികുതിയാണ്. വിലയുടെ അടിസ്ഥാനത്തിൽ ഇത് പുനഃക്രമീകരിക്കും. അതായത് 4 ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴെ പറയുന്നവരും പുനർനിശ്ചയിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെന്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സ്റ്റേറ്റ് GST സർ 50,000 രൂപയിൽ താഴെയുള്ള 20,000-ഓളം ചെറുകിട അരിയറകൾ ഒഴിവാക്കിയും ഖജനാവിലേക്ക് മുൻ ആംനസ്റ്റിയേക്കാൾ അധികം തുക ലഭ്യമാക്കിയും ആംനസ്റ്റി 2024 ചെറുകിട വ്യാപാരികൾക്ക് പ്രത്യേകിച്ചും കേരള വ്യാപാരി സമൂഹത്തിന് പൊതുവെയും പുതിയ ഉണർവ് നൽകി. എന്നാൽ ആംനസ്റ്റി 24ന്റെ ഉയർന്ന സ്ലാബിലുണ്ടായിരുന്ന ഇളവിന്റെ നിരക്ക് കൂടുതൽ ആകർഷമാക്കണമെന്ന ആവശ്യം വ്യാപാര സമൂഹത്തിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അതിനാൽ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ അതേ മാതൃകയിൽ ജനറൽ ആംനസ്റ്റി 2025 എന്ന പുതിയ ആംനസ്റ്റി പദ്ധതി 3 മാസത്തേക്ക് നൽകുന്നു. ഇത്തവണ ഏറ്റവും ഉയർന്ന സ്ലാബിലെ വ്യവഹാരമുള്ള അരിയറുകൾക്ക് അടയ്ക്കേണ്ട തുക 70% എന്നത് 50% ആക്കിയും വ്യവഹാരമില്ലാത്ത അരിയറുകൾക്ക് 80% എന്നുള്ളത് 60% ആക്കിയും മാറ്റിവരുന്നു. സർ ബാർ ഹോട്ടലുകൾക്ക് 2005, 2006 മുതൽ 2017, 18 വരെയുള്ള കുടിശ്ശികൾ തീർക്കാനായി 2019 ബജറ്റിൽ ആംനസ്റ്റി പ്രഖ്യാപിച്ചിരുന്നു. 2020 ബജറ്റിലും സമാനമായ ആംനസ്റ്റി ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായി കൊണ്ടുവന്ന 21 ആംനസ്റ്റിയിൽ ചേരുന്നതിന് കോവിഡും അനുബന്ധ കാരണങ്ങളും സാധ്യമായില്ല എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ആയതിനാൽ കോവിഡ് കാലഘട്ടം തുടങ്ങുന്ന 2020-21 വർഷം വരെയുള്ള ബാർ ഹോട്ടലുകളുടെ എല്ലാ കുടിശ്ശികളും തീർപ്പാക്കാനായി മുൻകാലങ്ങളിലുള്ള ആംനസ്റ്റി പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഇളവുകളുടെ തുടർച്ച എന്നതിൽ പൂർണ്ണമായി നികുതി കുടിശ്ശികയും പലിശയുടെ 50% അടച്ചാൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കുന്നതിലേക്ക് 3 മാസത്തേക്ക് കൂടി സമയം നൽകുന്നു. പ്രകൃതി ദുരന്തങ്ങൾ കാരണം സംസ്ഥാനത്തിന് ആവശ്യമായി വന്ന അധിക വിഭാഗ സമരം നടത്താൻ 2019 GST ബാധകമായ സപ്ലൈകളുടെ മേൽ 1% ഫ്ലഡ് സെസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ GST കൌൺസിൽ തന്നെ 2019-20 കാലഘട്ടം വരെയുള്ള GST നോട്ടീസുകൾ പിഴയും പലിശയും ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2021 ജൂലൈ വരെയുള്ള ഫ്ലഡ് സെസ് ഇനി ആരെങ്കിലും അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് പിഴയും പലിശയുമില്ലാതെ ഫ്ലഡ് സെസ് ആംനസ്റ്റി 2025 പ്രഖ്യാപിക്കുന്നു. സർ 2022 ഡിസംബർ മുതൽ ഡിസ്റ്റിലറികളുടെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ 2022 ജൂൺ മുതൽ 22 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അതിന്റെ കുടിശ്ശിക നിൽക്കുന്നുണ്ട്. ഇവ തീർപ്പാക്കാനായി ഡിസ്റ്റിലറി അറിയർ സെറ്റിൽമെന്റ് സ്കീം 2025 പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഇക്കാലയളവിലെ ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക പൂർണ്ണമായി അടച്ചാൽ പിഴ, പലിശ എന്നിവ ഒഴിവാക്കും. സർ കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിന് കീഴിലുള്ള ചരക്കുകളുടെ നികുതി വെട്ടിപ്പ് തടയാനുള്ള സംവിധാനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നികുതി വെട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ചരക്ക് നീക്കം നടത്തിയാൽ അത്തരം ചരക്കുകളും ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനുമുള്ള വ്യവസ്ഥ കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തും. സർ GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം കൊണ്ടുവന്ന 2025 യൂണിയൻ ഫിനാൻസ് ബിൽ പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികൾക്ക് അനുസൃതമായി 2017 സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതിയിൽ വരുത്തും.
രജിസ്ട്രേഷൻ. സർ, സഹകരണ ബാങ്കുകൾ ചമയ്ക്കുന്ന ഗഹാനുകളും ഗഹാൻ റിലീസുകളും സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഫയൽ ചെയ്യുന്ന ഫയലിംഗ് ഫീസ് സ്ലാബ് വ്യവസ്ഥയിൽ പരിഷ്കരിക്കുന്നതാണ്. നിലവിൽ ഗഹാനുകൾക്കും ഗഹാൻ റിലീസുകൾക്കും 100 രൂപ ഫീസ് ഈടാക്കിയിരുന്നു. എന്നാൽ ടി നിരക്ക് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി 2 ലക്ഷം രൂപ വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 100 രൂപയും 2 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം രൂപയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 200 രൂപയും 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 300 രൂപയും 20 ലക്ഷത്തിന് മുകളിൽ 30 ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 400 രൂപയും 30 ലക്ഷത്തിന് മുകളിലുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 500 രൂപയുമായി ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഗഹാൻ റിലീസുകൾക്കുള്ള ഫീസ് നിരക്കുകൾ പലിശ തുക ഉൾപ്പെടാതെ പ്രിൻസിപ്പൽ തുകയ്ക്ക് മാത്രമായി കണക്കാവുന്നതാണ്. ഗഹാനുകളുടെ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏകദേശം 15 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. ഭൂനികുതി. സർ, സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിന്റെ വരുമാന സാധ്യതകളും 10 മടങ്ങ് വർദ്ധിച്ചു. ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചും നാമമാത്രമാണ്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള നികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. ആയതുപ്രകാരം അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ R1 പ്രതിവർഷം 5 രൂപ എന്നത് 7.5 രൂപയും ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ R1 പ്രതിവർഷം 30 രൂപ എന്നുള്ളത് 45 രൂപയാവും. സർ, പഞ്ചായത്ത് പ്രദേശത്ത് 8.16 വരെ 20 സെന്റ് വരെ R1 പ്രതിവർഷം 5 രൂപ, R1 പ്രതിവർഷം 7 രൂപ 50 പൈസയാവും. 8.6 മുകളിൽ R1 പ്രതിവർഷം 8 രൂപ, അത് R1 പ്രതിവർഷം 12 രൂപയാവും. സർ, മുനിസിപ്പൽ കൌൺസിൽ പ്രദേശം 2.46 വരെ R1 പ്രതിവർഷം 10 രൂപയായിരുന്നു, അത് R1 15 രൂപയാവും. 2.6 മുകളിൽ R1 പ്രതിവർഷം 15 രൂപയായിരുന്നു, R1 22.5 രൂപയാവും. മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 1.626 വരെ R1 പ്രതിവർഷം 20 രൂപ, പുതുക്കിയത് R1 പ്രതിവർഷം 30 രൂപ. 1.626 മുകളിൽ R1 പ്രതിവർഷം 30 രൂപയായിരുന്നത് R1 പ്രതിവർഷം 45 രൂപയാവും. ഇതിലൂടെ ഏകദേശം 100 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സർക്കാർ ഭൂമിയുടെ പാട്ടം. സർ, 2023-24 വർഷത്തെ പാട്ടം 445.35 കോടി രൂപ 39 കോടി രൂപയാണ്. 23-24 സാമ്പത്തിക വർഷത്തിൽ പാട്ടമായി ആകെ പിരിച്ചെടുക്കാനായത് 9.18 കോടി രൂപ മാത്രമാണ്. പാട്ട നിരക്കുകൾ വളരെ കൂടുതലാണെന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ വിമർശനമായി വരുന്നത്. ബിസിനസ് എളുപ്പമാക്കുന്നതിന്റെയും സംരംഭകത്വ വികസനത്തിന്റെയും ഭാഗമായി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാട്ട നിരക്കുകൾ യുക്തിസഹമാക്കേണ്ടതിന്റെ ആവശ്യകത സർക്കാർ കാണുന്നു. കമ്പോള വിലയ്ക്ക് പകരം സമീപ സമാന ഭൂമിയുടെ ന്യായവില കണക്കെടുത്ത് പാട്ടനയം ആവിഷ്കരിക്കുകയും പാട്ടനിരക്കുകൾ യുക്തിസഹമാക്കുകയും ചെയ്യും. കുടിശ്ശികയുള്ള പാട്ടത്തുകകൾ ഈടാക്കുന്നതിലേക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നതാണ്. സർ, വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. ജനാധിപത്യത്തിന്റെ തകർച്ചയും ഭരണ സംവിധാനങ്ങളുടെ ദുർബലപ്പെടലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിരിക്കുന്നു. രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ശബ്ദം മുഴങ്ങുന്നു. പനാമ കനാൽ എന്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങൾ ഇങ്ങെടുക്കുകയാണെന്നും ഗാസാമുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു.